നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. സിനിമാ നടന്മാരാണ് ആദ്യമായി കേരളത്തിൽ, അല്ലെങ്കിൽ സീരിയൽ നടന്മാരാണ് ആദ്യമായി ഈ കാസ്റ്റ് കൗച്ചിങ്ങിലും അഭിനയത്തിനും ഒക്കെ വേണ്ടി നടികൾക്ക് അവരുടെ മറ്റ് കാര്യങ്ങൾ, അവരുടെ ശരീരവും മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുന്ന വേറെ രൂപത്തിലേക്ക് പോകുന്നത്. അത് ലൈറ്റ് ബോയ് മുതൽ പ്രധാന നടൻ വരെ ഉണ്ടാകും. പിന്നെ സംവിധായകർ, പ്രൊഡ്യൂസർമാർ, അത് വലിയൊരു ലോകമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഒരുപാട് പേരെ മീറ്റു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നടികൾ വന്നു. അവസാനം ഇപ്പോൾ വന്ന അവസാനം അമ്മയുടെ തലപ്പത്ത് വനിതകൾ 17 പേരിൽ 8 പേരും വനിതകൾ എത്തുന്ന രീതിയിലേക്കൊക്കെയുള്ള വലിയ, അതിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി ഒക്കെ കുക്കു പരമേശ്വരനും ശ്വേതാമേനോനും ഒക്കെ എത്തുന്ന വലിയ രീതിയിലേക്ക് പോയി. അത് വേറൊരു വിപ്ലവം കേരളത്തിലുണ്ടാക്കി. അത് കഴിഞ്ഞാണ് നമ്മൾ രാഷ്ട്രീയത്തിൽ ഇത് വന്നത്. വേറെ ചെറുതൊക്കെ വന്നു, അത് പക്ഷേ അതങ്ങനെ അങ്ങ് പോയി. പക്ഷേ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടുകിടക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും പുള്ളിക്കെതിരെ പുതിയ ആളുകളാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഭിന്നശേഷിക്കാരുണ്ട്, പിന്നെ പല കാര്യങ്ങളുണ്ട്, പിന്നെ എന്താ പറയുക, ട്രാൻസ്ജെൻഡേഴ്സുണ്ട്, പിന്നെ കലാകാരികളുണ്ട്, എഴുത്തുകാരുണ്ട്, സീരിയൽ നടികളുണ്ട്, സാധാരണ വനിതാ നേതാക്കളുണ്ട്. ഒരു പ്രളയം തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ്, ഇതെല്ലാം ശരിയാവണമെന്നില്ല. കുറേയൊക്കെ ഫേക്കായിരിക്കാം, കുറേയൊക്കെ തമാശയായിരിക്കാം, ചിലത് ചാറ്റിങ്ങിൻ്റെ പേരിലായിരിക്കും. എന്തായാലും പുള്ളിപ്പെട്ടു. എന്നാൽ തിരുവനന്തപുരത്തുള്ളൊരു IPS ഓഫീസർ കൂടി ഇതിനകത്ത് പെട്ടു എന്നൊരു വാർത്ത വരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന ഹോബി വനിതാ SIമാർക്ക് ഈ അശ്ലീല വീഡിയോസ് അയച്ചു കൊടുക്കുക, അശ്ലീലമായ ചാറ്റിംഗ് നടത്തുക എന്നുള്ളതാണ്. ഇവിടെ വളരെ സ്നേഹത്തിൽ നല്ലപോലെ ചാറ്റ് ചെയ്യാൻ ഒരുപാട് പേരെ കിട്ടുന്ന ലോകത്തല്ലേ IPS ഓഫീസറെ നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾ അത്ര വലിയ പ്രായമുള്ള ഒരാളല്ല എന്നാണ് അറിയുന്നത്. താങ്കൾ SP ആയിരുന്നു, ഇന്ന് വേറൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതായിട്ടുമൊക്കെ പറയുന്നുണ്ട്. വനിതാ SIമാർ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. DIG അജിത ബീഗത്തിനാണ് അവർ കൊണ്ട് പരാതി കൊടുത്തിരിക്കുന്നത്. താങ്കളെ ബ്ലോക്ക്. അപ്പോൾ എനിക്കൊരു സംശയമുള്ളത്, അതിൻ്റെ ഒരു സംശയമാണ് കേട്ടോ, വനിതകളോടുള്ളൊരു സംശയമാണ്. നിങ്ങളുടെ ഓഫീസർമാരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോ വേണ്ടപ്പെടാത്തവരോ ആരോ ആയിക്കോട്ടെ, അപരിചിതരോ, ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതിരുന്നാൽ ചിലപ്പോൾ വീണ്ടും നിങ്ങൾക്ക് മെസ്സേജ് വന്ന് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ലേ? ഒരു സാങ്കേതികമായൊരു സംശയമാണ്. ആ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്താൽ പോരെ? ഗ്രൂപ്പിൽ എന്തായാലും ഇടില്ലല്ലോ, ഗ്രൂപ്പിലിടില്ല. അപ്പോൾ ആ നമ്പർ ബ്ലോക്ക് ചെയ്താൽ പോരെ എന്നുള്ളതൊരു ചോദ്യമുണ്ട്. നമ്പർ ബ്ലോക്ക് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും പിന്നെ അവരിൽ നിന്ന് മെസ്സേജ് വരത്തില്ലല്ലോ. വാട്സപ്പ് അങ്ങനെയും ഒക്കെ സൗകര്യങ്ങൾ ചെയ്ത് തന്നിട്ടുണ്ടല്ലോ. ആ നമ്പർ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ. വാട്സപ്പിൽ സേവ് ചെയ്യാതിരുന്നാൽ മതിയല്ലോ, അല്ലെങ്കിൽ സേവ് ചെയ്യാതിരുന്നാൽ മതിയല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അതല്ലാതെ ഇത് എൻ്റർടൈൻ ചെയ്യുന്നുണ്ടോ ആളുകൾ എന്നുള്ളൊരു ചോദ്യവുമുണ്ട്. ഇത് മറ്റുള്ളവർ ദുർവിനിയോഗം ചെയ്യുന്നുണ്ടോ? അപ്പോൾ വളരെ വലിയൊരു ചോദ്യമാണിത്, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ പുരുഷന്മാർക്ക് ഇങ്ങനെ ഈ പറയുന്ന പോലെ അവർ പിന്നെ ഇപ്പോൾ IPS ഓഫീസറായാലും സിനിമാ നടനായാലും രാഷ്ട്രീയക്കാരായാലും ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനെ എൻജോയ് ചെയ്യുന്ന വിഭാഗമുണ്ടോ? എൻജോയ് ചെയ്തതിന് ശേഷം പിന്നെ പരാതി പറയുകയാണ്, ഇയാളെന്താ നിരന്തരം ഇങ്ങനെ മെസ്സേജ് അയക്കുന്നതെന്ന് ചോദിച്ച് പരാതി പറയുന്നതിനേക്കാൾ അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്താൽ പിന്നെ മെസ്സേജ് വരില്ലല്ലോ. അല്ലെങ്കിൽ അങ്ങോട്ടൊരു മെസ്സേജ് ഹാർഷായിട്ട് ഇട്ടാൽ പിന്നെ വരുമോ? അപ്പോൾ ഇത് ഒരു വശത്ത് എൻജോയ്മെൻ്റ് ഉണ്ടോ? എന്തൊക്കെ ഇടുന്നു നോക്കാം. ഒന്നിടുമ്പോൾ 2 ഇട്ടു, 2 ഇട്ടപ്പോൾ 4 ഇട്ടു, ലവ് ഇട്ടപ്പോൾ സിമ്പൽ ഇട്ടു, അങ്ങോട്ടിട്ടു, മോജി ഇട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇത് പ്രൊമോഷൻ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യവും വളരെ പ്രധാനമാണ്. കാര്യം ഇത് 1 to 1 ഡയലോഗാണ്. ഒരു സമയം സംസാരിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് ഫോണിൽ സംസാരിക്കുമ്പോൾ ഓക്കെ, വീഡിയോ കാളിലും ഓക്കെ, വോയിസ് കാളിലും, അല്ലാത്തപ്പോൾ അങ്ങോട്ടൊരു മെസ്സേജ് ഇടുന്നു, ഇങ്ങോട്ടൊരു മെസ്സേജ് ഇടുന്നു. ഞാനൊരു ഉദാഹരണം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഋഷിരാജ് സിംഗ്, അദ്ദേഹം ഇപ്പോൾ റിട്ടയറായി. അദ്ദേഹം എക്സൈസ് കമ്മീഷണർ ആയിരുന്നപ്പോൾ മൂവാറ്റുപുഴ വെച്ച് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു നെഞ്ചുവേന വന്നു. ഫേസ്ബുക്കിൽ പോസ്റ്റ് വന്നു. കുറേ കാലമായത് കേട്ടോ. ഫേസ്ബുക്കിൽ പോസ്റ്റ് വന്നുകൊണ്ട് തന്നെ കുറേ പേരങ്ങ് ലൈക്ക് അടിച്ചു. ഒരാളിന് നെഞ്ചുവേന വന്നിരിക്കുകയാണ്, അപ്പോൾ ലൈക്ക് അടിക്കുകയാണ്. പക്ഷേ ലൈക്ക് അല്ലാതെ വേറെ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എന്നുള്ള വാർത്ത വന്നു അവിടെ മൂവാറ്റുപുഴയിൽ. ഉടൻ തന്നെ വീണ്ടും ലൈക്കിൻ്റെ എണ്ണം കൂടി. കാര്യം ഋഷിരാജ് സിംഗ് എന്ന വ്യക്തിയോടുള്ള റെസ്പെക്റ്റ് കൊണ്ടും ആരാധന കൊണ്ടും ആളുകൾ കയറി ലൈക്ക് അടിക്കുന്നുണ്ട്. പക്ഷേ ലൈക്ക് അടിക്കുന്ന സബ്ജക്റ്റ് ഇദ്ദേഹത്തിന് സുഖമില്ലാത്തതാണെന്നുള്ള ശ്രദ്ധിക്കുന്നില്ല. അത് കഴിഞ്ഞ് ഇത് ആൻജിയോഗ്രാം വേണ്ടി വരും എന്നൊരു വാർത്ത ചാനലുകൾ വന്നു, അതും ഫേസ്ബുക്കിൽ വന്നു. ലൈക്കോടെ ലൈക്ക്. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോയെങ്കിൽ പിന്നെ ലൈക്കിൻ്റെ പ്രളയമായിരിക്കുമല്ലോ. ഇതാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനൊരു പ്രശ്നമുണ്ട്. എന്തായാലും വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജുകൾ വരുന്നു. ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും തീർച്ചയായിട്ടും അവരെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. ആ വിഷയം അങ്ങനെ നിൽക്കുമ്പോഴും ഈ IPS ഓഫീസർ എന്ന് പറയുന്ന അദ്ദേഹം ചെയ്ത തെറ്റിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. എന്തായാലും ഒരാൾ കൂടി പെടുന്നു. അടുത്ത വിക്കറ്റ് വീഴുമോ? മീറ്റു. ഇത് അതുകൊണ്ട് തന്നെ പുരുഷന്മാർ ജാഗ്രതയിൽ മെസ്സേജ് ഇടുമ്പോൾ ഉത്തരവാദിത്തമുള്ളവർക്ക് മാത്രം ഇടുക. എപ്പോഴാണോ കുഴയുന്നത് അപ്പോൾ മെസ്സേജുകൾ പിൻവലിച്ചേക്കുക, പിന്നെ മെസ്സേജുകൾ ഇടാതിരിക്കുക. ഇത് മാത്രമേ ഉള്ളൂ. എന്തായാലും അജിത ബീഗ അന്വേഷിക്കട്ടെ, എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് നോക്കാം. അദ്ദേഹം SP ആയിരുന്നു, ഇപ്പോൾ വേറെ സ്ഥാപനത്തിൽ മേധാവിയായി ഉണ്ട്. എന്തായാലും നമുക്ക് കാര്യം
കാത്തിരുന്ന് കാണാം.